പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ചിത്രങ്ങളിലും ഭാവനകളിലുമെല്ലാം വളരെ മനോഹരമാണ്. ക്രിസ്മസിൻ്റെ കാർഡുകളിൽ പുൽക്കൂടിൻ്റെ വിവരണം തന്നെ വളരെ ഭാവനാത്മകമാണ്. മഞ്ഞു വീണ രാവിൽ ഒരു കൊച്ചു കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ ഉണ്ണി പിറക്കുന്നു. മാലാഖമാര് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പാടുന്നു. ആട്ടിടയർ വന്ന് വന്ദിക്കുന്നു. പൂജരാജാക്കന്മാർ വന്ന് പൊന്നും മീറയും കുന്തിരിക്കവും സമ്മാനിക്കുന്നു. അതെല്ലാം വളരെ മനോഹരമാണ്. നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ചിത്രങ്ങളാണ്. പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുൽക്കൂട്ടിൽ പിറക്കുന്ന ദൈവം വിശ്വസിക്കാൻ എളുപ്പമാണോ? ദൈവം എന്തിനാണ് ഈ പുൽക്കൂട്ടിൽ പിറക്കുന്നത്? ദൈവത്തിന് വേറെ എന്തെല്ലാം സാധ്യതകളുണ്ട്? അതങ്ങ് സംഭവിച്ചു പോയതാണോ? വേറെ എങ്ങും സത്രത്തിലൊന്നും ഇടം കിട്ടാഞ്ഞിട്ടാണോ? അതോ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടത് തന്നെയാണോ? എൻ്റെ വലിയ വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണിത്. അവിടുന്ന് നൂറ്റാണ്ടുകളായി ആഗ്രഹിച്ച് മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യാവതാരം എങ്ങനെയായിരിക്കണം? അത് കൊട്ടാരത്തിലാണോ? അത് പട്ടാളത്തിലാണോ? അതോ ദാരിദ്ര്യത്തിലാണോ? സാധാരണത്വത്തിലാണോ? എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കർത്താവിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഈ പുൽക്കൂടാണ് മനുഷ്യാവതാരത്തിൻ്റെ ഒരു ശരിയായ സ്ഥലമായിട്ട് അവിടെ തെളിഞ്ഞു വരുന്നത്. പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണി നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? കർത്താവ് നമ്മുടെ സഹനങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളല്ല, കൂടെ നടക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളിങ്ങനെ ഭൂമിയിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി വേദനകൾ സഹിക്കുന്നു. ദൈവം ഇതെല്ലാം മോളിൽ ബാൽക്കണി സീറ്റിലിരുന്ന് കാണും. കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ സഹനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിൽ മനുഷ്യൻ്റെ സഹനങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ദുരിതങ്ങളെക്കുറിച്ചും എല്ലാം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അവിടെ കൂടെ സഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഈശോ മനുഷ്യനായി അവതരിച്ച് അവിടുന്ന് കുരിശെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തെന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ സർവ്വസഹനങ്ങളിലൂടെയും അവിടുന്ന് സഹയാത്രികനായി മാറി. കൂടെ നടക്കുന്ന ദൈവം കൂടെ നടന്നിട്ട് എന്താ കാര്യം എന്ന് നമ്മളോട് ചോദിക്കും. ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ചു. ദൈവം കൂടെ നടന്നിട്ട് എന്നാ കാര്യം? സഹനങ്ങൾ വല്ലതും കുറഞ്ഞോ? സഹനങ്ങൾ വല്ലതും കുറച്ച് തന്നോ ദൈവം? സഹനങ്ങൾ ഇല്ലാതാക്കി തന്നോ ദൈവം? ഇല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ പിള്ളേർ അങ്ങനെയൊക്കെ ചോദിക്കും. ദൈവം കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ദൈവത്തിൻ്റെ ഒരു വിശാലമായ പദ്ധതിയിൽ നമ്മുടെ സഹനങ്ങളും ഉൾച്ചേരുകയാണ്. അത് ഉറപ്പായിട്ട് നന്മയ്ക്കായിട്ട് അവിടുന്ന് ക്രമീകരിക്കും. അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. റോമാ ലേഖനം 8:28 നമ്മൾ വായിക്കുന്നുണ്ട്.
അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. ഞാൻ എപ്പോഴും ധ്യാനിക്കാറുണ്ട്, കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം, പന്തക്കുസ്തായ്ക്കൊക്കെ ശേഷം ഉള്ള ആദ്യ 4 നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യത്തിൽ എന്തോ ഒരു വലിയ പീഡനമായിരുന്നു, എന്തോ ഒരു വലിയ പീഡനമായിരുന്നു ക്രൈസ്തവർക്ക്. 12 ശ്ലീഹന്മാരിൽ 11 പേരും രക്തസാക്ഷികളായി. വിശുദ്ധനായ പത്രോസ്, അദ്ദേഹം റോമിലെ പീഡാനുഭവങ്ങളിൽ മടുത്ത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ദർശനം, എതിരെ കർത്താവ് കുരിശെടുത്തുകൊണ്ട് വരികയാണ്. പത്രോസ് ചോദിച്ചു, "കോ വാഡിസ്, നീ എങ്ങോട്ട് പോകുന്നു?" കർത്താവ് പറഞ്ഞു, "നീ പീഡാനുഭവങ്ങളെ ഭയന്ന് ഏത് പട്ടണത്തിൽ നിന്നാണോ ഓടിപ്പോകുന്നത്, ആ പട്ടണത്തിലേക്ക് ഞാൻ പോവുകയാണ് നിനക്ക് വേണ്ടി സഹിക്കാൻ." പത്രോസ് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. അവിടെ ചെന്ന് കരുത്തോടെ സഹനങ്ങളിലൂടെ കടന്നുപോയി. അവസാനം അദ്ദേഹം പറയുന്നത്, എൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു, എന്നെ നിങ്ങൾ തലകീഴായി കുരിശിൽ തറച്ചോളൂ. അത്ര ആവേശത്തോടെ കുരിശുമരണം പുൽകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ക്രൈസ്തവ സന്ദേശത്തിൽ ഈ പുൽക്കൂടിൻ്റെ പരിമിതികൾ, കുരിശിൻ്റെ സഹനങ്ങൾ, ഇതെല്ലാം വിശ്വാസത്തിൽ അനിവാര്യമായ ഘടകങ്ങളാണ്. ഇതൊന്നും ഒഴിവാക്കേണ്ടതല്ല സഹനങ്ങൾ എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് തരികയാണ്. അത് നമ്മളെ ദുർബലരാക്കുമോ? ഒരിക്കലുമില്ല. ധൈര്യമുള്ളവരാക്കും. ധൈര്യമുള്ളവർ മാത്രമേ കുരിശിൽ മരിക്കാൻ സാധിക്കത്തുള്ളൂ, കുരിശ് വരിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ജെറുസലേമിലേക്ക് പോയാൽ അവരെന്നെ കുരിശിൽ തറച്ച് കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജെറുസലേമിലേക്ക് പോകാം എന്ന് പറയുകയും, മുന്നിൽ വഴിമുടക്കാനായിട്ട് നിന്ന പത്രോസിനോട്, "സാത്താനെ, എൻ്റെ പിന്നിൽ പോകൂ, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ലെന്ന്" പറഞ്ഞ് പത്രോസിനെ ശാസിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന കർത്താവ് ബലഹീനനായിരുന്നില്ല, ധീരനായിരുന്നു. ധൈര്യം, സഹനമെന്ന് പറയുന്നത് ബലഹീനതയുടെ അടയാളമല്ല. നമ്മൾ സ്വീകരിക്കുന്ന സഹനങ്ങൾ ധീരതയുടെ അടയാളമാണ്. നമ്മൾ കോവിഡ് കാലത്ത് 300-400 കിലോമീറ്റർ നടന്ന് ഗ്രാമങ്ങളിലേക്ക് പോയ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമീണരെക്കുറിച്ച് വായിക്കുകയുണ്ടായി. ഗർഭിണിയായ ഭാര്യയെ ഒരു പലക വണ്ടിയിൽ ഇരുത്തി ഉന്തിക്കൊണ്ട് 100 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത മനുഷ്യൻ. അവരൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ ഭയാനകമായ ഒരു ദാരിദ്ര്യത്തിൻ്റെയും ക്രമരാഹിത്യത്തിൻ്റെയും അവസ്ഥ നമ്മുടെ മുമ്പിൽ വെളിവാക്കുമ്പോഴും അവരൊക്കെ സാധാരണ മനുഷ്യൻ്റെ ധീരതയുടെ അടയാളങ്ങളായിട്ട് മാറുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ധൈര്യമാണ്. ആ ധൈര്യം ഉണരണമെങ്കിൽ അവൻ്റെ മുന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവണം, അവന് പ്രത്യാശയുണ്ടാവണം. നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകളെക്കുറിച്ചൊക്കെ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. നല്ല വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ജീവിതത്തിൽ ഏത് രീതിയിലും വിജയിക്കാവുന്ന വ്യക്തികൾ എന്തിന് ആത്മഹത്യ ചെയ്യണം? ഒരു പ്രണയബന്ധം തകർന്നതിൻ്റെ പേരിലോ, വിവാഹബന്ധം തകർന്നതിൻ്റെ പേരിലോ, കുടുംബ പ്രശ്നങ്ങളുടെ പേരിലോ ഒക്കെ എന്തുകൊണ്ട് അത് ചെയ്യണം എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ, കുരിശുകൾ എടുക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറുമ്പോഴും അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്നുണ്ട് കേരളം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിലേക്ക് പോകുന്നത്, ആ നിരാശയുടെ ജീവിതത്തിലേക്ക് പോകുന്നത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുക. പിന്നീട് തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, കടബാധ്യത, കൃഷിനാശം, ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരിൽ 70% പേര് പുരുഷന്മാരാണ് എന്നുള്ളൊരു ചിന്തയാണ്. വലിയ ഗജവീരന്മാരായിട്ട് വീട്ടിലുള്ളവരെ വിറപ്പിക്കുന്ന ഈ പുരുഷൻ എന്തുകൊണ്ടാണ് ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇത്രമാത്രം നിരാശപ്പെട്ടു പോകുന്നത്?
പുരുഷന് നിരാശപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം കുടുംബഭാരം അവൻ്റെ തോളിലാണ്. അവൻ്റെ ആണത്വത്തിൻ്റെ ഭാഗമാണ് കുടുംബത്തെ നയിക്കുക, കുടുംബത്തിനെല്ലാം കൊടുക്കുക. പക്ഷെ ഒന്നുമില്ല, ഒന്നും കിട്ടാൻ സാധ്യതകളില്ല, നല്ല ജോലിയില്ല. ബിടെക് വരെ പഠിച്ചാലും അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ ഡിഗ്രി എടുത്താലും നല്ല ശമ്പളം കിട്ടാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരു നാട്. ഒരു വല്ലാത്ത നിരാശയുടെ തലം അവിടെയൊക്കെയുണ്ട്. അവിടെയൊക്കെ ജീവിക്കാൻ മാർഗം കൊടുക്കാൻ സാധിക്കത്തില്ലെങ്കിലും ജീവിക്കാൻ ഒരു കാരണം കൊടുക്കാൻ വിശ്വാസത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ആഴമായ വിശ്വാസ ജീവിതമുള്ളവർ ജീവിതത്തിൽ നിരാശപ്പെടുന്നില്ല. കാരണം അവർക്ക് കൂടെ സഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. കൂടെ സഹിക്കുന്ന ദൈവം അവരെ ശക്തിപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിലെ കുറേ പരിമിതികളെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും യാത്ര. പൂർണ്ണഗർഭിണിയായ മറിയം ഒരു കഴുതപ്പുറത്തിരുന്ന് ബത്ലഹേമിലേക്ക് പോവുകയാണ്. അവിടെ സത്രത്തിന് വേണ്ടിയിട്ട് അവർ അലഞ്ഞു നടക്കുകയാണ്. ആരും അവർക്ക് കൊടുക്കുന്നില്ല. ഒരു വല്ലാത്ത സാഹചര്യം, വേദനയുടെ അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്നിട്ടോ അവസാനം കാലിത്തൊഴുത്തിൽ, ഈ മെയിഞ്ചർ എന്ന് പറയുന്നത് കുതിരയും കഴുതയൊക്കെ കെട്ടുന്ന സ്ഥലമാണ് എന്നും പറയാറുണ്ട്. നമ്മൾ കാണുന്ന കാലിത്തൊഴുത്തല്ല അവിടുത്തെ അവസ്ഥ. കുതിരയും കഴുതയും എല്ലാം കെട്ടിയിടുന്ന സ്ഥലം, അവർക്ക് വെള്ളം കൊടുക്കുന്ന സ്ഥലം, അങ്ങനെയും പറയാറുണ്ട്. ആ അവസ്ഥയിൽ അവിടെ ലോകത്തിൻ്റെ രക്ഷകനായ ഈശോ പിറക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം പരിമിതികളിലേക്കാണ് നമ്മുടെ കർത്താവ് പിറന്നു വീണത്. ആ പരിമിതികളിലേക്ക് പിറന്നു വീണ് അവിടുന്ന് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ പരിമിതികൾക്കും രക്ഷകനെ നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾ പരിമിതികളെ ഭയപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ ഓർത്ത് ഭയപ്പെടരുത്. കാരണം പൗലോസ്ലീഹ പറയുന്നത് പോലെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് കർത്താവിനോട് പറഞ്ഞു. ബലഹീനതകളെയും പരിമിതികളെയും ഒരിക്കലും ഭയപ്പെടാതെ ജീവിതത്തെ നേരിടാൻ പുൽക്കൂട് നമ്മളെ നിർബന്ധിക്കുകയാണ്. ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് പരിശീലിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ചെറുപ്പം മുതലേ നമ്മൾ കുഞ്ഞുങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. വീട്ടിൽ നോമ്പ് നോക്കാനും വെള്ളിയാഴ്ച മാംസവർജനം നടത്താനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു അച്ചടക്കമായിട്ട് മാറുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു പരിത്യാഗം ചെയ്യണം. കാരണം എൻ്റെ കർത്താവ് പരിമിതികളിലും വേദനകളിലും എൻ്റെ കൂടെ നടക്കുന്നവനാണ്. അവിടുത്തെ സഹനങ്ങളോട് ഞാനും താതാത്മ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിത്യാഗം ചെയ്യണം. അങ്ങനെ ഒരു പരിത്യാഗത്തിൻ്റെ ജീവിതം നമ്മൾ അഭ്യസിപ്പിക്കുന്നു. അതിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് പലതിനോട് നോ പറയാനുള്ള ഒരു കരുത്താണ്. അതുപോലെ ഒരു ക്രൈസ്തവ ചൈതന്യമാണ് അവർക്ക് ലഭിക്കുക. അതോടൊപ്പം വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ കരുത്തരായിട്ട് മാറുകയാണ്. പണ്ടൊക്കെ പറമ്പുള്ള കാലഘട്ടത്തിൽ പറമ്പിൽ കിളയ്ക്കാനും പറമ്പിൽ കൃഷി ചെയ്യാനും ഒക്കെ മക്കൾ കൂടെ കൂടുമായിരുന്നു. അതിലൂടെ സംഭവിക്കുന്ന അവരുടെ കാലും കൈയും ഒക്കെ നല്ല ബലപ്പെടും. ഇപ്പം നമ്മൾ അതിനുവേണ്ടി ജിമ്മിൽ പോകണം, അപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ജിമ്മിൽ പോകേണ്ട അവസ്ഥയാണ്. പണ്ടങ്ങനെയല്ല. നമ്മൾ പറമ്പൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ നല്ല പച്ചക്കറിയും കഴിക്കാം. അതോടൊപ്പം കൈയും കാലും ഒക്കെ നന്നായിട്ട് ബലപ്പെടും. ചില ഭാരമൊക്കെ എടുത്തു പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ ബലപ്പെടുകയാണ്. ഇന്ന് നമ്മൾ അതെല്ലാം ഏതാണ്ട് വലിയ കുഴപ്പമായിട്ട് കണ്ട് അതിനൊന്നും ഭാരപ്പെട്ട ഒരു ജോലിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുക്കാതെ നമ്മൾ അവരെ ഇങ്ങനെ ഒരു വല്ലാത്ത സംസ്കാരത്തിൽ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തെ നേരിടാനുള്ള കഴിവാണ്, കരുത്താണ്. ജീവിത പരിചയമില്ലാതെ പോവുകയാണ്. 10, 22, 23 വയസ്സുള്ള മക്കളെ ഒരു സാധനം വാങ്ങാൻ കടയിൽ പോലും നമ്മൾ വിടാതെ, എനിക്ക് 2 പിള്ളേരേ ഉള്ളൂ, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ, മാതാപിതാക്കൾ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിത പരിചയം നഷ്ടപ്പെടുകയാണ്. അവൻ നാളെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ അവൾ നാളെ വിവാഹം കഴിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ സുഖകരമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളരാനുള്ള, ജീവിക്കാനുള്ള കഴിവിനെ തന്നെ തളർത്തി കൊടുക്കുന്ന ഒരു വല്ലാത്ത പരിശീലനമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അവിടെ കുറച്ചൊക്കെ പരിമിതികളെ സ്നേഹിക്കാൻ സാധിക്കണം. ഈശോയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ബാല്യകാലത്ത് എന്തെല്ലാം ദുരന്തങ്ങളിലൂടെ കടന്നുപോയി.
ഈ പുൽക്കൂട്ടിലെ ജനനം, പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് കിടക്കാൻ ആർക്കാണ് ഇഷ്ടം? പുൽക്കൂട്ടിൽ പരിത്യക്തനായി കിടന്ന ഈശോ പിന്നീട് കൊച്ചൊന്ന് ഏതാനും മാസങ്ങളാവുമ്പോൾ കേൾക്കുന്ന എന്താണ്? ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. വിട്ടുപൊക്കോ? എങ്ങോട്ടാ? ഈജിപ്തിലോട്ട് പോകാൻ. തൊട്ടായി ലോകത്തെ ബെത്ലഹം എന്ന പട്ടണത്തിലേക്ക് പോലും എന്തേരം കഷ്ടപ്പെട്ടാണ് അവർ വന്നത്. അവരോട് പറയുകയാണ്, മറ്റൊരു രാജ്യത്ത്, മറ്റൊരു ഭാഷ സംസാരിക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അവിടേക്ക് പോവുകയാണ് ജോസഫും മറിയവും. അവിടെ ചെന്ന് കുറേ വർഷങ്ങൾ ജീവിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഹെറോദേസ് മരിച്ചു, തിരിച്ചു വന്നു. ഉടനെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഒരു സാധാരണ കുടുംബത്തിൻ്റെ സർവ്വ കഷ്ടപ്പാടുകളിലും പങ്കുപറ്റി കർത്താവ് അവിടെ ജീവിക്കുകയാണ്. അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതത്തിനായിട്ട് 30 വർഷം ഒരുങ്ങി ഒരു സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ട് ഒരു സാധാരണ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് അദ്ദേഹം ജീവിച്ചു. പിന്നീട് ഒരു 3 വർഷത്തെ പരസ്യ ജീവിതകാലം അവിടെയും എതിർപ്പുകളും എതിരാളികളും ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതങ്ങൾ കണ്ട് ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആൾക്കാർ അവിടുത്തെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ജീവൻ സമർപ്പിക്കാനായി ജെറുസലമിലേക്ക് എത്തിയപ്പോൾ അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. കൂടെ ആയിരിക്കാനായിട്ട് കർത്താവ് വിളിച്ചു കൂട്ടിയ 12 പേരും അവനെ വിട്ട് ഓടിപ്പോയി. അവൻ ഏകനായി കുരിശിലേക്ക് നടന്നു കയറുകയാണ്. അവിടെ ജീവൻ വെടിഞ്ഞു. ആ കുരിശ് തന്നെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റി ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം, പുൽക്കൂടിൻ്റെ ഒരു സന്ദേശം പരിമിതികളുടെ സന്ദേശം. പരിമിതികളെ നമ്മൾ ഇഷ്ടപ്പെടണം. ചില കഷ്ടപ്പെട്ട് പഠിക്കാനും കഷ്ടപ്പെട്ട് ജീവിക്കാനും ആഗ്രഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നമ്മൾ പഠിക്കുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ ചെയ്യാൻ, ധീരതയോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതുമെല്ലാം. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് മഹത്വീകൃതനായ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ മരണത്തിലും കൂടി നമ്മൾ പങ്കാളികളാവുകയാണ്. അവിടുത്തെ പീഡാനുഭവങ്ങളിലും മരണത്തിലും കൂടി നമ്മൾ പങ്കാളികളാവുകയാണ്. റോമാക്കാർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഈശോ മിശിഹായോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുക എന്നാണ്. നമുക്കത് ഉൾക്കൊള്ളാനാവോ? നമ്മൾ ഈശോ മിശിഹായോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകണം. കർത്താവേ തുണയാകണമേ. അവൻ്റെ മരണത്തോടാണ് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്രമാത്രം വെല്ലുവിളികളെ നേരിട്ട് നമ്മൾ ഈശോയെ പ്രഘോഷിക്കും. ഈ ലോകത്തിൽ നമ്മളെല്ലാവരോടും ഈശോ ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറയും. നമ്മളിപ്പോൾ ആരോടും പറയാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ കാത്തിരിക്കുകയാണ്, അവൻ്റെ മരണത്തിൽ പങ്കുകാരാകാനല്ല. ഈശോയുടെ മരണത്തോട് ഐക്യപ്പെടാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ധീരത, രക്തസാക്ഷിത്വം വരിച്ചും കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഒരു ധൈര്യം, അതൊക്കെ കിട്ടുന്നത് ഈ വിശ്വാസത്തിൽ നിന്നാണ്. ക്രൈസ്തവ ജീവിതമെന്നാൽ അവൻ്റെ മഹത്വത്തിൽ മാത്രമുള്ള പങ്കുപറ്റലല്ല, മറിച്ച് അവൻ്റെ മരണത്തിലുള്ള പങ്കുചേരൽ കൂടിയാണ്. അത് ക്രിസ്ത്യാനിയെ ബലഹീനനാക്കുകയല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് അവനെ സഹായിക്കുകയല്ല, മറിച്ച് അവനെ കൂടുതൽ ധീരതയുള്ളവനാക്കി മാറ്റുകയാണ്. ക്രിസ്മസ് നമുക്ക് പുതിയ ഊർജം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ജീവിക്കാൻ കരുത്ത് നൽകുന്ന സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം. അത് കേവലം ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല, മറിച്ച് ശിഷ്യത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പുൽക്കൂടും അതിനോട് ചേർന്നുള്ള പരിമിതികളുമെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും
അന്ന് അനുഭവിച്ച പരിത്യക്തത നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. അവരനുഭവിച്ച വേദനകളും സഹനങ്ങളുമെല്ലാം. കാരണം അതാണ് ദൈവത്തിൻ്റെ വഴി. കുരിശാണ് കർത്താവിൻ്റെ വഴി. ആ വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടതും ഈശോയെ തിരിച്ചറിയേണ്ടതുമല്ല. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം ധീരതയോടെ ജീവിതത്തെ നേരിടുവാൻ, ജീവിതത്തിലെ സഹനങ്ങളെയും രോഗങ്ങളെയും ഇല്ലായ്മകളെയും സാമ്പത്തിക പരിമിതികളെയും എല്ലാം ധീരതയോടെ നേരിടാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സന്തോഷത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, മറ്റാരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവേ, നിന്നെപ്പോലെ മറ്റാരുമില്ലേ. ഈശോ, നിന്റെ പിറവി തിരുനാൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ദിവസം തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്നെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ മറ്റാർക്കുമാകില്ല കർത്താവേ. ദൈവജനമേ, ആ വരികൾ കർത്താവിങ്കിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ഈശോ, നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കു കഴിയും? മറ്റുള്ളവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ മെച്ചം കണ്ടിട്ടാണ് കർത്താവേ, എൻ്റെ നന്മകൾ കണ്ടിട്ടാണ് മറ്റുള്ളവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത്. ഞാനൊന്ന് വീഴട്ടെ, എനിക്കൊരു തെറ്റ് പറ്റട്ടെ, എൻ്റെ കുറവുകൾ അവരെന്നറിയട്ടെ, പലരും എന്നിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. ഒരുപാട് പേര് അവരുടെ സ്നേഹത്തെ പിൻവലിച്ചു കളയും. യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും, എൻ്റെ എല്ലാ കുറവുകളും അറിയാമായിരുന്നിട്ടും എനിക്ക് വേണ്ടി എന്നെ തേടി സ്വർഗം ചായിച്ചിറങ്ങി വന്ന സ്നേഹമേ, നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കാണ് കഴിയുക? തുല്യം ചൊല്ലാൻ ആരുമില്ലേ ഈശോയെ? ആരാധന, പ്രാർത്ഥിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ
സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. കർത്താവേ, ഈ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ ഒരു വചനയാത്രയുടെ പരിസമാപ്തി തിരുപ്പിറവിയുടെ ഈ ദിവസം വന്നെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കായി വന്നിറങ്ങിയവനെ, ഞങ്ങൾക്കായി സുവിശേഷത്തിന്റെ പാഠങ്ങൾ, സ്വർഗത്തിന്റെ സദ്വാർത്ത ഞങ്ങൾക്കായി പങ്കുവച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകളേറ്റു മരിച്ചവനെ, തിരുവുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ഞങ്ങൾക്കായി സ്ഥലമൊരുക്കി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ കർത്താവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരിശുദ്ധിക്ക് മഹത്വം കരയേറ്റാം. അവന്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ് അവൻ ആരാധന കരയേറ്റാം. മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും തുറന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമായിരുന്നോനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. സിംഹാസനത്തിന്റെ മധ്യത്തിലും മുമ്പിലുമായി 4 ജീവികൾ. ഒന്നാമത്തത് സിംഹത്തെ പോലെ, രണ്ടാമത്തത് കാളയെ പോലെ, മൂന്നാമത്തതിന് മനുഷ്യൻ്റേതുപോലെയുള്ള മുഖം, നാലാമത്തത് പറക്കുന്ന കഴുകനെ പോലെ. അവയ്ക്കകത്തും പുറത്തും കണ്ണുകൾ, അവയ്ക്കകത്തും പുറത്തും കണ്ണുകൾ. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നോക്കി അവ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, ആയിരുന്നോനും ആയിരിക്കുന്നവനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദിവ്യ കുഞ്ഞാടേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടേ, ഞങ്ങൾക്കു വേണ്ടി ബലി കുഞ്ഞാടായി വന്നിറങ്ങിയവനെ, നിനക്ക് ആരാധന. ഈ 4 ജീവികൾ 4 സുവിശേഷങ്ങളുടെ പ്രതീകങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സിംഹവും കാളയും മനുഷ്യനും കഴുകനും. കർത്താവേ, ഈ 4 സുവിശേഷങ്ങൾക്ക് അകത്തും പുറത്തും കണ്ണുകൾ.
ഈ കഴിഞ്ഞ 25 ദിവസം വചനയാത്ര നടത്തിയ ഞങ്ങൾക്കുണ്ടായ അനുഭവം അത് തന്നെയാണല്ലോ. സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അകത്തും പുറത്തും കണ്ണുകൾ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമല്ലോ. ആ വിശ്വാസ കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണല്ലോ സിംഹാസനാരൂഢനായവനെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിപ്പോനും സർവശക്തനുമായവനെ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടിനെ, മാറ്റമില്ലാത്തവനെ, അവനെ പരിശുദ്ധൻ, അവന്റെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ് പരിശുദ്ധനെന്ന് മഹത്വം കരയേറ്റി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവരും ഈ ക്രിസ്മസ് ദിവസം നമ്മുടെ ഭവനങ്ങളിൽ ദൈവസ്തുതി ഉയരട്ടെ. സാധിക്കുന്നവരൊക്കെ ഇരുകരങ്ങളും ഉയർത്തി ഈശോയുടെ പരിശുദ്ധ നാമത്തിന്, നമുക്ക് വേണ്ടി വന്നിറങ്ങിയവന്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി വന്നവന്, നമ്മളെ ഉയർത്താനായി ദൈവത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വന്നവന്, മനുഷ്യരൂപം എടുത്തവന് ആരാധന കരയേറ്റി നമുക്ക് ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. കർത്താവേ മഹത്വം. കർത്താവേ ഈശോയെ ഈശോ 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 ഈശോ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്ന പായേ പരിശുദ്ധനേ, ആരാധ്യനേ പരിശുദ്ധനേ ഈശോയേ. പാടി പ്രാർത്ഥിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയെ, ഇന്ന് പിതാവിലൂടെ ഞങ്ങൾ കേട്ട വചനം, ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യത്വത്തിന് വിലയുണ്ടായി. പാപം മൂലം വീണുപോയ, കറയേറ്റുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനായി ദൈവമായ നീ മനുഷ്യരൂപമെടുത്ത നിമിഷത്തിൽ മനുഷ്യത്വത്തിന് വിലയുണ്ടായി. കർത്താവേ, സ്നേഹമൊന്നുകൊണ്ട് മാത്രം സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ അത്രയധികമായി ലോകത്തെ സ്നേഹിച്ച അപ്പായുടെ സമ്മാനമായി ഭൂമിയിലേക്ക് നീ വന്നിറങ്ങിയല്ലോ. നീ മനുഷ്യന്റെ ഈ കേവല രൂപമെടുത്ത നിമിഷത്തിൽ
മനുഷ്യത്വത്തിന് വിലയുണ്ടായല്ലോ കർത്താവേ. ഈശോ, ഞങ്ങൾ കുർബാനയിൽ പല ആവർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ മനുഷ്യരൂപം എടുത്തു, പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് നീ പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നീ ഉദ്ധരിച്ചു. കർത്താവേ, ബലഹീനമായ മനുഷ്യ പ്രകൃതിയെ നീ നിന്റെ ദൈവത്വത്തിലേക്ക് ഉയർത്തുകയായിരുന്നല്ലോ മനുഷ്യാവതാരം വഴി. കർത്താവേ, നിനക്ക് നന്ദി. ഈശോ, ഞങ്ങൾ തിരിച്ചറിയട്ടെ, ദൈവം മനുഷ്യനായ നിമിഷം തൊട്ട് ഇനി മനുഷ്യന് വിലയുണ്ടെന്ന്. ദൈവം മനുഷ്യനായ നിമിഷം തൊട്ട് ഇനി മനുഷ്യന് വിലയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് നീ വില നൽകിയല്ലോ, ഞങ്ങൾക്ക് നീ വില നൽകിയല്ലോ. ചില നേരങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട്, ഒരു വിലയില്ലാത്തവനാണെന്ന്, ആർക്കും ഒരു മതിപ്പില്ലാത്തവനാണ് ഞാനെന്ന് തോന്നിപ്പോകുന്ന നേരങ്ങളിൽ എനിക്കുള്ള ആശ്വാസമാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മനുഷ്യനായിട്ടുണ്ട്. അതുതന്നെ എനിക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണല്ലോ കർത്താവേ. ദൈവം മനുഷ്യനായ നിമിഷം തൊട്ട് മനുഷ്യന് വിലയുണ്ടെങ്കിൽ ഇനി ഞാൻ കാണുന്നവർ, ഇടപെടുന്നവർ, അവരോടൊക്കെ ഞാൻ പുലർത്തേണ്ട ഒരാദരവിൻ്റെ തലമുണ്ടല്ലോ കർത്താവേ. ഇന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ട് മൃഗവാസനകൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലത്ത് കർത്താവേ, മനുഷ്യനെ നിന്നോളം ഉയർത്തുവാൻ നീ മനുഷ്യനായെങ്കിൽ, അതല്ലേ നീ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്റെ പുരോഹിത പ്രാർത്ഥനയിൽ ഞങ്ങൾ കേൾക്കുന്നത്? പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. അതായിരുന്നല്ലോ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ. ദൈവത്വത്തോട്, ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ചേർക്കുവാനായി നീ മനുഷ്യാവതാരം ചെയ്തു. ഇന്ന് മനുഷ്യൻ മനുഷ്യനെ ആദരിക്കുന്നതിനേക്കാൾ മനുഷ്യനിലെ മൃഗവാസനകൾ ഏറുന്ന കാലത്ത്, പരസ്പരം ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ പെരുമാറുകയും വാക്കുകൾ ഉതിർക്കുകയും ചെയ്യുന്നൊരു കാലത്ത്, മൂല്യം നൽകാതെ അരുങ്കൊല ചെയ്യുന്നൊരു കാലത്ത്, കർത്താവെ, ക്രിസ്മസിന്റെ പ്രസക്തിയേറുകയാണ്. പരസ്പരം ബഹുമാനിക്കാൻ, ആദരിക്കാൻ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. വാക്കുകൊണ്ടുപോലും മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ ആദരവോടെ പരസ്പരം ഇടപെടുവാൻ, ഓരോ ദിവസവും ഞങ്ങൾ ഇടപെടുന്നവരോട് ആദരവോടെ സംസാരിക്കുവാനും ഇടപെടുവാനും കർത്താവേ, ഞങ്ങൾക്ക് കൃപ തരണേ. ഈശോ, ഞങ്ങളെ പ്രചോദിപ്പിക്കേണ്ട ചിന്ത, നീ ഞങ്ങൾക്ക് വേണ്ടി താണിറങ്ങി വന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി താണിറങ്ങി വന്നു. പാപിയായിരുന്നിട്ടും എന്നെ ഉയർത്താൻ, പാപിയായിരുന്നിട്ടും പാപചായ്വുകൾ ഏറെയുള്ളവനായിരുന്നിട്ടും എന്നെ ഉയർത്താൻ താണിറങ്ങി വന്ന എൻ്റെ ദൈവമേ, ആ നിമിഷം മുതൽ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും വിലയുണ്ടായി എന്ന് തിരിച്ചറിയൂ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ തേടി വന്ന സ്നേഹമേ, ഞങ്ങളെ തേടി വന്ന സ്നേഹമേ, പാപമൊഴികെ മറ്റെല്ലാത്തിലും മനുഷ്യനായവനെ, മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വന്നവനെ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ, എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ,
മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരുന്നിതാ. ഈശോയെ, ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നിന്റെ പുൽക്കൂട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് ദിവ്യകാരുണ്യം കരങ്ങളിലെടുത്ത് പുരോഹിതൻ ആശീർവാദം നൽകുമ്പോൾ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഏറ്റുപറയുന്നത്, ഞങ്ങളുടെ പ്രഖ്യാപനം ഇത് തന്നെയാണ്. ഈശോയെ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം. ഇത്രയധികം എന്നെ സ്നേഹിച്ച നിന്നെ ഞാൻ എങ്ങനെയാണ് കർത്താവേ സ്നേഹിക്കാതിരിക്കുന്നത്? എൻ്റെ സ്നേഹം നിനക്കു മാത്രം. ഇന്ന് പുൽക്കൂട്ടിൽ നിനക്കായി നിന്റെ പിറവിത്തിരുന്നാളിൽ ഞാൻ എടുത്തു വെക്കുന്ന സമ്മാനം മറ്റൊന്നല്ല കർത്താവേ, എന്നെ തന്നെ ഞാൻ സമ്മാനമായി നിനക്ക് കാഴ്ചവെക്കുകയാണ്. എൻ്റെ ജീവിതം ഇനി നിനക്ക് വേണ്ടി, എൻ്റെ വാക്കുകൾ നിനക്ക് വേണ്ടി. കർത്താവേ, എൻ്റെ ഉയിര് ഞാൻ പുൽക്കൂട്ടിൽ നിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് നിന്റേതാക്കി എന്നെ പുനർസമർപ്പണം ചെയ്യട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ പ്രാർത്ഥനയോടെ. എന്നെ തന്നെ, എനിക്ക് നീ തന്നതൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടതൊക്കെ തിരുമുമ്പാകെ എളിമയോടെ എൻ്റെ എല്ലാ കുറവുകളോടും കൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരുന്നിതാ. എന്നെ മുഴുവനും തരും നീതാ. എന്നെ മുഴുവനും തരും നീതാ. എന്നെ മുഴുവനും തരും നീതാ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ